വ്യാപാരി വ്യവസായി സംസ്ഥാന പ്രസിഡന്റ് പാളയം ശ്രീ പാളയം മാസ്റ്റർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുന്ന ഈ സംഘടനയുടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു സാധാരണ കൃഷിക്കാരനാണ്. എനിക്ക് ഏലത്തോട്ടമാണ് ഉള്ളത്. സോണി ചേട്ടന് നന്നായിട്ട് അറിയാം. അവിടെ മൂന്നാർ ഭാഗത്തൊക്കെ ഇരുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ MLA ആയി. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ തോട്ടത്തിലായിരിക്കും. വെറുതെ സമയത്ത് തോട്ടത്തിലായിരിക്കും. ചുമ്മാ പിടിച്ച് പണിയുന്ന ആളാണ് ഇപ്പോഴും. എൻ്റെ ഫാമിലിയിൽ വന്ന് 2 MLA ആണ്. എൻ്റെ അച്ഛൻ്റെ നേരെ മൂത്ത ശ്രേഷ്ഠന്മാർ. 1956 കാലഘട്ടത്തിലും 77 കാലഘട്ടത്തിലും അവർ MLA ആയിട്ടിരുന്നതാണ്. ഇപ്പം 49 വർഷത്തിന് ശേഷം ആ മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ MLA ആണ്. അവിടെ ഇടുക്കിയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാർക്കുള്ള പ്രശ്നങ്ങൾ. ഇവിടെ ശല്യം വന്ന ആനയാണ്. ആനയുടെ ശല്യം എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. എത്രയോ പേരെ കൊന്നുകളഞ്ഞു. മിനിങ്ങാന്ന് 301 കോളനി എന്ന് പറഞ്ഞ ഒരു ചിന്നക്കാണുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഞാൻ കാണാൻ പോയായിരുന്നു. അവിടെയും ഒരാളെ ആന ചവിട്ടി കൊന്നുകളഞ്ഞു. അവർക്ക് കൃഷി ചെയ്യാൻ അത്ര പാടാണ്. പേടിച്ച് പിടിച്ചാണ് ജീവിക്കുന്നത് അവിടെ. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനവകുപ്പ് മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ശാസ്ത്ര പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ യോഗവും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് യോഗം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ ഉള്ള കൃഷിക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി ആയാലും ശരി, വനമന്ത്രി ആയാലും ശരി, എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും മന്ത്രിമാരായാലും CM എടുത്ത് നമ്മൾ ബോധിപ്പിച്ച് അവർക്കുള്ള നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്. 1-2 അല്ല, ജീവൻ പോയത് മാത്രമല്ല. കൃഷിയിൽ വന്ന് ഏലം നോക്കിയാൽ പുറങ്ങളുടെ ഭയങ്കര ശരീരമാണ്. മൊത്തം പുറകും ആ ഏരിയയിൽ ഇടുക്കിയിലാണ് ഇറക്കി വിട്ടാക്കുന്നത്. അത് പെരുത്ത് ഈ ഏലം തട്ടെന്ന് വെച്ചാൽ ആ ചെടി മൊത്തം ആ നടുക്കുള്ള ചിമ്പെന്ന് പറയും, അതാണ് ഇത് തിന്നുന്നത്. മൊത്തത്തിൽ ഇത് തിന്ന് എല്ലാം മരിച്ചു കളയും. അതോടുകൂടി ആ ചെടി പോയിന്ന് പൊടിയാൻ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ശാസ്ത്ര പരിഹാരം നമുക്ക് ചെയ്യാതെ നമുക്ക് മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പാവപ്പെട്ടവരാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർ വലിയ പണക്കാരൊന്നുമില്ല, പൈസ ഉള്ള കാശുള്ള ആൾക്കാരൊന്നും അല്ല. സാധാരണ 1 ഏക്കർ 2 ഏക്കർ വെച്ച് അത് വെച്ച് കഞ്ഞു കുടിച്ച് പോകുന്ന ആൾക്കാരുമുണ്ട്. വേറെ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും അവരൊപ്പം ഞാൻ എൻ്റെ MLA എന്ന രീതിക്ക് അവരൊപ്പം നമ്മൾ നിന്ന് അവരുള്ള കാര്യമെല്ലാം നമ്മൾ ചെയ്ത് അവരുടെ നഷ്ടപരിഹാരമെല്ലാം നമ്മൾ മേടിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടെല്ലാം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്, ഏതായാലും നമ്മുടെ സോണി കല്ലറിക്കൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. ഓടിയില്ല. ഞങ്ങൾ കണ്ടത് കൂടിയാണ്. സത്യം പറഞ്ഞ കൂടിയാണ്. ആദ്യം എനിക്ക് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പടം മൊത്തം ഇട്ട് എൻ്റെ പേരൊക്കെ ഇട്ട് ആദ്യമേ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാജ അവിടുത്തെ MLA ആണ് എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഇത്ര തിരക്ക് ഇരുന്ന സമയത്തും എന്നെ പിടിച്ചപ്പോൾ ഓടി വരാൻ കാരണം ഒരു നന്ദികേട് കാണിക്കരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. ഈ വ്യാപാരി വ്യവസായിയുടെ ഈ ഇത്ര വലിയ എനിക്ക് സ്വീകരണം കൊടുത്തതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സംഘടനയുടെ സെക്രട്ടറി, പ്രിയപ്പെട്ട ശ്രീ ബിജു, ശ്രീമോൾ കുഞ്ഞമ്മ, പ്രിയപ്പെട്ട സോണി, ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു സ്വീകരണം നൽകാനായിട്ടുള്ള സാഹചര്യമുണ്ടായതിൽ ഞാൻ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്.
ഐക്യജനാധിപത്യ മുന്നണി വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് 102 സീറ്റുമായി നമ്മുടെ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള ഒരു യാത്ര, പുതുയുഗ യാത്ര ഐക്യജനാധിപത്യ മുന്നണി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ജനങ്ങളുടെ അടുക്കൽ പറഞ്ഞത് ജനങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് വലിയ മാറ്റം വേണമെന്ന് ജനങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഭംഗിയായ നിലയിൽ തന്നെ കാര്യങ്ങളൊക്കെ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എപ്രകാരമാണോ നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ ജനങ്ങളുടെ അടുക്കൽ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. UDF-ൻ്റെ ചെയർമാനായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടീം UDF വളരെ വലിയ നിലയിൽ വിജയം കൈവരിച്ചു വന്ന് ഈ VD സതീശൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റിൻ്റെ ചടുലമായ പ്രവർത്തനങ്ങൾക്ക് ഐശ്വര്യകരമായിട്ടുള്ള സമാരംഭം കുറിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് നാം വിടുന്നത്. അത് ജനങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുന്നതാണ് ജനങ്ങൾ. കേരളത്തിലെ ലക്ഷോപലക്ഷം വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും ആ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിലുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ക്ഷേമം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. വ്യാപാരി വ്യവസായി സമൂഹം ഒട്ടനവധിയായിട്ടുള്ള വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വലിയ നിലയിലുള്ള മാളുകൾ ഉയരുമ്പോൾ സാധാരണക്കാരായ വ്യാപാരി വ്യവസായികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. വ്യവസായങ്ങളും വ്യാപാരങ്ങളും ഒക്കെ തന്നെ വലിയ നിലയിലുള്ള വെല്ലുവിളി നേരിടുന്ന നിലയിലുള്ള വലിയ നിലയിലുള്ള അന്താരാഷ്ട്ര നയങ്ങളും ഒക്കെ തന്നെ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. സാധാരണക്കാരായ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക പോലും പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ആ സ്ഥിതിഗതികൾക്കൊക്കെ മാറ്റമുണ്ടാകും എന്നുള്ള വലിയ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെയും കൂടിയുള്ള ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെയും ജനക്ഷേമകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മുടെ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. എല്ലാവരും നമ്മുടെ ഗവൺമെൻറ് കൂടെ ഉണ്ടാകും. ഈ സ്വീകരണം, അനുമോദനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമേ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇപ്പോൾ നമ്മളാരും വ്യത്യസ്തരല്ലല്ലോ. എല്ലാവരും, പ്രത്യേകിച്ചും സംഘടനാ രംഗത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നവരും നടന്ന് നീങ്ങിയവരും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വീകരണത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ കഴിവിൻ്റെ പരമാവധി ഒഴിഞ്ഞു മാറുന്ന കൂട്ടത്തിലുമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ അശോകേട്ടനൊക്കെ വിളിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ അവിടെ നിർബന്ധം കാണുമ്പോൾ എങ്ങനെ വരാതിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മളെ ഈ ഒരു അത്രത്തോളം, പ്രത്യേകിച്ചും എൻ്റെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ദേവനേശ് സാറും അശോകേട്ടനും ഒക്കെ എല്ലാവരും നമ്മുടെ മേഖലയിൽ ഓരോ സ്ഥലങ്ങളിലായി അവർക്ക് ബന്ധമുള്ള ഓരോരുത്തരെയും കണ്ട് വോട്ടുകൾ അഭ്യർത്ഥിച്ചതാണ് അത്തരത്തിലുള്ള നമ്മുടെയൊക്കെ ഒരു വിജയത്തിന് കാരണമായി മാറി. അങ്ങനെ എല്ലാ തലത്തിലും എല്ലാവരും പല വിധത്തിലും സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്തത്. ഇവിടെ നമ്മളെ വിളിച്ചു വരുത്തിയതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുക. പ്രത്യേകിച്ചും നമ്മൾ മറിയ ഉമ്മൻ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ ഇവിടെ ഇരിക്കും. നോക്കൂ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളാണ്. നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിക്കും ഒരു മകളുണ്ടായിരുന്നു, അല്ലേ? രണ്ടും വ്യത്യസ്ത തലങ്ങൾ. അത് ഭരണത്തിൻ്റെ, ഞാൻ സൂചിപ്പിച്ചത് ഭരണത്തിൻ്റെ വ്യത്യസ്തത നമ്മൾ അനുഭവിക്കാൻ പോവുക. ഒന്ന് പാരമ്പര്യത്തിൻ്റെ കൂടെയുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാരുണ്യ സ്പർശവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ സ്നേഹമായിട്ട് എങ്ങനെയായിരുന്നു നമുക്കറിയാം. ആ ഭവനത്തിൽ കടന്നുപോയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. ഞാൻ ആ ജില്ലാ പഞ്ചായത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയായി കടന്നു വരാൻ കാരണം ഉമ്മൻചാണ്ടി സാറാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ
ഭയങ്കര തർക്കം നടക്കുക. അപ്പോൾ കേരളത്തിലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അവസാനം തിരുവനന്തപുരത്തും ഈ വേറെ ഏതോ 2 സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അറിയാമല്ലോ, തർക്കങ്ങൾ നമ്മുടെ അവസാനം ഉമ്മൻചാണ്ടി സാർ എനിക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരാനും ജയിക്കാനും ആ സമയത്ത് നന്നായി പ്രവർത്തിക്കാനും ഒരു അവസരം കിട്ടിയതുകൊണ്ട് അന്ന് നമ്മുടെ ഭരണമല്ലേ, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എത്രയോ വിഷയങ്ങൾക്ക് എത്ര വിഷയങ്ങൾക്കാണ് ആ ഭവനത്തിലും അദ്ദേഹത്തിൻ്റെ ആ വസതിയിലൊക്കെ പോയതെന്ന് നമുക്ക് തന്നെ ഓർമ്മിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും നമ്മൾ വിളപ്പിശാല സമരം നടക്കുന്ന സമയത്താണ് സാർ അറിയാമല്ലോ, സാർ വരുന്നതിന് ഇപ്പോൾ രാത്രി 12 മണി 11 മണി. നമ്മൾ ആ സമയത്തെല്ലാം അവിടെ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് പുതുതായിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആരെ കണ്ടാലും നമ്മൾ അപ്പോഴും ഏറ്റവും ഫ്രഷായിട്ട് രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങി ഒരാളെ കാണുന്ന ഒരു മനോഭാവത്തെ എത്ര വൈകിയായാലും അദ്ദേഹം കാണും. ആ 12 മണിക്ക് 12:30 1 മണി സമയത്തൊക്കെ നമ്മൾ ആ മനുഷ്യനെ കണ്ടിട്ട് വരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയി ആർക്കും കാണാൻ സാധിച്ചില്ല, MLA മാർക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ചും ആ സമയത്ത് ഉമ്മൻചാണ്ടി സാർ നൽകിയ വലിയ പ്രോത്സാഹനമാണ് ഒരുപക്ഷെ ആ ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് വളരെ എന്താ പറയുക തെളിഞ്ഞു നിന്ന് പ്രവർത്തിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ കരസ്പർശത്തിൻ്റെ ഒട്ടും കുറവില്ല. അത് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയാത്ത രീതിയിൽ എത്രയോ പേരെ സഹായിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്. എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കണമെന്നല്ല, ഒരാളോട് പറഞ്ഞ നമ്മുടെ നേതാക്കൾ എന്നുള്ളതിലേക്ക് സമൂഹത്തിലെ പ്രധാനപ്പെട്ട പറഞ്ഞാൽ കൊടുക്കാൻ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭരണകാലത്ത് എന്ത് ചെയ്തു? കിട്ടിയതെല്ലാം അവരവർ കൊണ്ടുപോയി. പക്ഷേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ അദ്ദേഹത്തിൻ്റെ മകളെ പോലെ UDF ഭരണകാലത്തുണ്ടായിരുന്ന എല്ലാവരും പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കൈനീട്ടി വരാം. അതുകൊണ്ടാണ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തക എന്ന് അദ്ദേഹത്തെ ഇവിടെ ചേർത്തിരിക്കും. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഇനിയും മെച്ചപ്പെട്ട സേവനം നൽകാൻ അവർക്ക് കഴിയട്ടെ എന്നുള്ള ആശംസ. ഞാൻ വേറൊന്നും പറയുന്നില്ല. പ്രേംകുമാർ സാറിൻ്റെ ദേവനേ സാറ്, നമ്മളൊരു വേദിയിൽ ഒരാളെ കാണുമ്പോൾ എങ്ങനെ പറയാതെ കടന്നു പോകാൻ പറ്റുന്നത്? ദേവനേ സാർ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ് നമ്മൾ തുടക്കം. അവിടുത്തെ യൂണിയൻ ഭാരവാഹിയായിട്ടായിരുന്നു സംഘടനാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആ സമയത്ത് ദേവനേ സാറാണ് CSIയുടെ മഹായിടവകയുടെ സെക്രട്ടറി. അദ്ദേഹം ഞാൻ പറയും ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് KSUക്കാരെന്നുള്ളതിൽ നമ്മളോട് വലിയ സ്നേഹവാത്സല്യങ്ങളുണ്ട്. ആ സമയത്താണ് അദ്ദേഹം എത്ര കാട്ടാക്കട കോളേജിൽ അന്ന് പ്രീ ഡിഗ്രിയൊക്കെ ഉള്ള സമയമാണ്, എത്ര കുട്ടികളെയൊക്കെ കയറ്റുന്നതിന് അന്ന് മാനേജ്മെൻറ്റ് ഫീസൊന്നും വാങ്ങാതെ നമ്മൾ പറയുന്ന KSU പ്രവർത്തകരെ കയറ്റിയതിന് എനിക്ക് തോന്നുന്നു കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്തിൽ ഇരുന്ന ഒരുപാട് പേർ ഇന്ന് സാമൂഹ്യ പ്രവർത്തന രംഗത്തുണ്ട്. നമ്മുടെ രാജനൊക്കെ ഇതായിരിക്കും. രാജൻ കാട്ടാക്കട ഞാൻ പഠിക്കുമ്പോൾ നമ്മുടെ പഠന സമയത്ത് ആ സമയത്ത് SFI നമ്മളെ ആക്രമിക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ കാട്ടാക്കടക്കാരായതുകൊണ്ട് ഒരു പക്ഷേ കുറച്ചൊക്കെ നമുക്ക് മർദ്ദനം, പക്ഷേ ആ കോളേജിൽ പഠിച്ച ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ആളാണ് രാജൻ. ഈ രാജൻ ഇതായിരിക്കുന്ന രാജൻ. അന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ കൊണ്ടിടുമ്പോൾ അദ്ദേഹത്തിന് മൂത്രം പോകാത്ത സ്ഥിതിയുണ്ട്. അത്രത്തോളം ഭീകരമായി മർദ്ദനം. അങ്ങനെ ഒരുപാട് പേർ ത്യാഗങ്ങൾ സഹിച്ചത് കൊണ്ടാണ് നമ്മളെപ്പോലെ 1-2 പേർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ്. പിന്നെ വളരെ സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിപരമായും സംഘടനാപരമായും നമ്മളെ സഹായിച്ചതിന്, അതിലുപരി ഇവിടെ വിളിച്ചു വരുത്താൻ കാണിച്ച ഈ സ്നേഹത്തിനും നമ്മുടെ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഞാൻ അല്പം താമസിച്ചു നിങ്ങൾ പറഞ്ഞതിൽ നിന്ന്. കാരണം ഈ നിയമസഭ കഴിഞ്ഞിട്ട് ഒരുപിടി ആളുകൾ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇങ്ങനെ ഒരു സംഘടന, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് എന്നുള്ളതൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലില്ലായിരുന്നു, അങ്ങനെ ഉണ്ട് എന്നാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് നമ്മൾ വ്യാപാരി വ്യവസായികളായിട്ടുള്ള ആളുകൾ ചേർന്നുള്ള ഒരു സംവിധാനമാണ് അല്ലേ? എല്ലാ വലിയ വ്യാപാരികളും ഉണ്ടോ അതോ ചെറിയ വ്യാപാരികളോ? വ്യവസായികളുണ്ട്. ഉണ്ട്. ഓക്കെ, അത് വെരി ഗുഡ്. ഞാൻ വ്യാപാരത്തെയും വ്യവസായത്തെയും വളരെ സീരിയസ് ആയിട്ട് അനുകൂലിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ 24 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ഒരു കാലഘട്ടം 94-ലാണ്. ഞാൻ അതിന് മുമ്പ്
സിംബയോസിസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് LLBയും MBAയും ചെയ്തത്. അതിൻ്റെ അത് മാർക്കറ്റിംഗ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഞാൻ ഈ വ്യവസായത്തെ അല്ലെ വ്യാപാരത്തെ അനുകൂലിക്കുന്നു എന്ന് പറയുവാൻ കാരണം, വികസിതമായ എല്ലാ രാജ്യങ്ങളും വ്യാപാര വ്യവസായ ടെക്നോളജികൾ കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പുതിയ കാലഘട്ടം വളരെ ഗുരുതരമായ മാറ്റങ്ങൾക്ക്, ഗുരുതരമെന്ന് ഞാൻ പറയാൻ കാരണം അപകടമുള്ളത് കൊണ്ടാണ്, ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണാധിപന്മാരും രാഷ്ട്രീയക്കാരും അല്ലെ വ്യാപാര രംഗത്തുള്ളവരും അത് കാര്യമായി മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാര് വെടിമരുന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇന്ത്യൻ രാജാക്കന്മാരെ കീഴടക്കിയ പോലെ നമ്മുടെ വ്യാപാര വ്യവസായ മേഖല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത 15 വർഷത്തിനകം വളരെ വ്യത്യസ്തമായ ഒരു വലിയ റാഡിക്കൽ ഡിസ്റപ്റ്റീവ് റെവല്യൂഷൻ എന്നാണ് പറയുക അതിനെ. അത് പറയാൻ കാരണം ഒന്നിനെ തകർത്ത് മറ്റൊന്ന് കയറി വരും. ഒരു ഉദാഹരണം, പണ്ട് കൊഡാക് ഫിലിം വലിയ കമ്പനിയായിരുന്നു. അപ്പം ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ കൊഡാക് ഫിലിം പറഞ്ഞു 11,000 സ്റ്റാഫ് ഉണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ടെക്നോളജിയെ ഒന്ന് അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ അത്ര വലിയ കമ്പനിയാണ് എന്ന് പറഞ്ഞ കമ്പനി വെറും 3 വർഷം കൊണ്ട് ബൈൻഡപ്പ് ആയി പോയി. അതതിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള ഡേറ്റ സയൻസ് വെച്ചിട്ടുള്ള കോറിലേറ്റഡ് ഓപ്പറേഷൻസ് ആണ്. ആ ഓപ്പറേഷൻസിൽ 90% US നടക്കുക. അതിന്റെ കാരണം നമ്മുടെ ഇവിടെ നിന്നുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാസ് ഔട്ടായി IIT നിന്നും IIM നിന്നും ഒക്കെ പോകുന്നവർ തന്നെയാണ് അവിടെ എല്ലാ ഫെസിലിറ്റീസോടും കൂടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹ്യൂജ് ഫണ്ട് പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളൊരു ഐഫോൺ മേടിച്ചാൽ, ഈ പല ഫോണുകളും നമ്മുടേതല്ല ഇവിടെയുള്ളത്, ഇന്ത്യയുടെ ഒരു ഫോണും ഇല്ല. ഐഫോൺ മേടിച്ച 35,000 രൂപ ഐഫോണിന് ചെന്ന് കഴിഞ്ഞു അമേരിക്കയിൽ. അപ്പം ചിപ്പ് മേക്കിംഗ് കമ്പനി NVIDIA, അതോടൊപ്പം ആന്ത്രോപിക് എന്ന തുടങ്ങി ഒരു 30ഓളം കമ്പനികളുടെ അസറ്റ് ഇന്ത്യ ഒരു 10 വർഷം ബഡ്ജറ്റിനൊക്കെ മുകളിലാണ്. ഞാനിത് പറയാൻ കാരണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നിങ്ങളറിയാം, നമ്മുടെയൊക്കെ പിള്ളേരുടെ ജോലി പോകുന്ന IT സെക്ടറിലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ടൂൾ കയറി വന്നു. 50% IT-യിലുള്ള ആളുകളുടെ തൊഴിൽ പോവുക. അതിന്റെ അർത്ഥം, നേരത്തെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഈ ചിപ്പ് കാർ വെച്ച് പോകാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ ഈ വണ്ടി ഇങ്ങനെ വളവെടുത്ത് ഇതിലേ പോയി വേണേൽ നമ്മുടെ വീടിന്റെ പോർച്ചിൽ വന്ന് കയറുകയും തിരിച്ച് നമ്മൾ ലോട്ടിൽ പോയി പാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിന്റെ ചിപ്പ് ഡിസൈനിങ്, ചിപ്പ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതോടൊപ്പം ഡ്രോൺ. നിങ്ങൾക്കറിയാം, ഡ്രോൺ എല്ലാ മേഖലകളിലും ഇത് ചെയ്യാൻ തുടങ്ങി, ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി, യുദ്ധ മേഖലകളിലും അതോടൊപ്പം കാർഷിക മേഖലകളിലും. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു വലിയ തോതിലുള്ള ഫണ്ടിങ് നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിന്ന് നിയമസഭയിൽ അതാ പറഞ്ഞത്, എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ഗവൺമെന്റിന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് VD സതീശൻ ബഹുമാന്യ മുഖ്യമന്ത്രി പറഞ്ഞു, കടത്തിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞ 6,000 കോടി രൂപ ഞങ്ങൾ അക്കൗണ്ടിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നപ്പം UDF വന്നപ്പം 2,000 കോടിയാണ് ഉള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പുള്ളി പറഞ്ഞു, നിങ്ങളല്ലാതെ കേട്ടും കാണും. ഒരാള് ശമ്പളമുള്ള ഒരാൾ 50,000 രൂപ കയ്യിലുണ്ട്, ഭാര്യയോട് പറയുകയാണ് ഒരു 40,000 രൂപയും കടം കൊടുക്കാനുണ്ട്. ആർക്കും കടം കൊടുക്കുന്നില്ല, പാൽക്കാരനും കൊടുക്കുന്നില്ല, ഇറച്ചി വാങ്ങിച്ചവരും കൊടുത്തില്ല, പച്ചക്കറി വാങ്ങിച്ചവരും കൊടുത്തിട്ടില്ല. എന്നിട്ട് വീടിന്റെ അകത്ത് കയറി പറയുക, എനിക്ക് 50,000 രൂപ എന്റെ കയ്യിലുണ്ട്, 40,000 രൂപ കടം അപ്പുറത്ത് നിൽക്കുക, 40,000 80,000 കടമുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ നിൽക്കുമ്പോൾ പറയാം എൻ്റെ ഈ മിച്ചമാണെന്ന്. ശരിക്കും അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രതിപക്ഷത്തൊരു ശബ്ദം പോലും കിട്ടും. അത്ര ശാസ്ത്രീയമായി ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിനന്ദിക്കുകയും ചെയ്യാൻ പുള്ളിയെ. അപ്പൊ ആ ലെവലിൽ ഫണ്ടില്ല നമുക്ക്. അപ്പൊ ഈ ഫണ്ടുകള് അതെ അല്ല, അതൊക്കെ നമുക്കറിയാമല്ലോ. ഇതൊക്കെ പണ്ടത്തെ പോലെ ഇവരെ ഓർക്കുന്ന ഗിമ്മിക്ക് കാണിച്ച് രക്ഷപ്പെടാവുന്ന അങ്ങനെയൊന്നും ഇന്നത്തെ ജനം കംപ്ലീറ്റ് നോളജബിൾ ആണ്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്പം വരിക. അപ്പൊ നമ്മള് പരമാവധി സ്ട്രൈറ്റ് ആകുക, ഓപ്പൺ ആകുക, ട്രാൻസ്പെറൻസി ഉണ്ടാകുക. ഇതാണ് നമുക്ക് പൊളിറ്റിക്സിൽ വേണ്ട ഏറ്റവും കാര്യം, പൊളിറ്റിക്സിന്റെ എല്ലാ മേഖലയിലും.
അപ്പൊ ഇവിടെ വരുന്ന ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ വ്യാപാരികളും വ്യവസായികളും ആയതുകൊണ്ടാണ് പറയുക, ഈ ടെക്നോളജിയിൽ ഫണ്ട് മുടക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ വ്യാപാരങ്ങളും പൊളിഞ്ഞു പോകും. നമ്മൾ നിലനിൽക്കല. നമുക്ക് ഈ അടിസ്ഥാന കാര്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലാത്ത മേഖലകളിലൊക്കെ വലിയ ഹ്യൂജ് വ്യത്യാസം വരും. ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, പണ്ടൊക്കെ നമ്മുടെ ഈ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ മാർഗമില്ലായിരുന്നു. ഇന്ന് ഡീപ് ഫ്രീസിംഗ് ടെക്നോളജി ഉൾപ്പെടെ, അതോടൊപ്പം ഡീഹൈഡ്രേഷൻ ടെക്നോളജി ഉൾപ്പെടെ വർഷങ്ങൾ ഈ സാധനം കേടുകൂടാതെ സൂക്ഷിക്കും. ഞാൻ പഞ്ചായത്ത് ഹൗസ് ഉണ്ടായപ്പം ലൈസൻസ് കൊടുത്ത 3-4 കമ്പനികൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് കമ്പനികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അജ്മി റൈസ് എൻ്റെ പഞ്ചായത്തിലായിരിക്കുക. ഒരു ചെറിയ സംവിധാനത്തിൽ നിന്ന് 25 വർഷം കൊണ്ട് അവർ വളർന്നതാണ്. അതോടൊപ്പം ഡെയിലി ഡിലൈറ്റ്സ് എന്ന് പറയും, പാറ ഫുഡ് പ്രോഡക്ട്സ് 800ഓളം പ്രോഡക്റ്റുകൾ കയറ്റുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ. ഇങ്ങനെ നിരവധി കമ്പനികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ടെക്നോളജി ഉപയോഗിച്ചാണ്. അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സേവനം വേറൊരു തലത്തിലേക്ക് മാറണം. അതോടൊപ്പം നിങ്ങളിൽ ഉൾപ്പെടുന്ന വ്യാപാരികളെ കാര്യങ്ങളെ എല്ലാം ഈ മേഖലയിൽ ഒരു പരിശീലന പരിപാടി ആസൂത്രണം ചെയ്ത് കുറച്ചുകൂടെ എംപവേർഡ് ആക്കണം, ടെക്നോളജി ബേസ്ഡ് ആക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. വ്യാപാരി വ്യവസായി കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോൺഗ്രസിന് എല്ലാ മേഖലയിലും സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു 100% കോൺഗ്രസ്സായി നിൽക്കുന്ന ഒരു വ്യാപാരി വ്യവസായ സംഘടനയുടെ ഒരു ആവശ്യകതയുണ്ട്. കാരണം പലരും പേരിൽ കോൺഗ്രസ് ഉപയോഗിച്ചാലും പലരും 100% കോൺഗ്രസ് ആയിക്കൊണ്ടില്ല. പക്ഷെ ആ നിലയിൽ നമുക്ക് നമ്മുടേതായ ഒരു കൂട്ടായ്മ ഉണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഞാൻ എന്നെ വളരെ നിർബന്ധപൂർവ്വം സ്നേഹപൂർവ്വം വിളിച്ചതാണ്. എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു കാരണവശാലും മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് നേരത്തെ, പ്രതീക്ഷേനേക്കാൾ നേരത്തെ സഭ തീർന്നതാണ്. 1-2 കാര്യങ്ങൾ കൂടി പൂട്ടിയിരിക്കാനുണ്ട്. നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദി. നിങ്ങളെപ്പോലുള്ളവരുടെ സ്നേഹവും ആത്മാർത്ഥതയും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ കരുത്ത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അതിശക്തമായ ഒരു സർക്കാരും അതിശക്തമായ പാർട്ടിയുമായി CPM-ഉം ഇടത് സർക്കാരും നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു. അത് സാധ്യമായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ തവണ നിയമസഭയിൽ പോരാട്ടം നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കാര്യം അവർ നമുക്കെതിരെ അന്വേഷണമായി അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള വേട്ടയാടലുകളൊക്കെ നടത്തുമ്പോഴും നമ്മളെ മുമ്പോട്ട് നയിച്ചതും നമുക്ക് കരുത്ത് പകർന്നതും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ആ ഒരു പോരാട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രവൃത്തിയെ, നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൊതുജനങ്ങളാണ്, സാധാരണക്കാരാണ്. അവർ ഫോണിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും അല്ലാതെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വേദിയിൽ ചെന്നാലും എന്നോട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാറുണ്ട്, നിങ്ങളിത് തന്നെ പുറകോട്ട് പോരുത്, എന്തു വന്നാലും നമുക്കൊരു താഴെ ഇറക്കണം. കാരണം ജനം അത്ര ആഗ്രഹിച്ചു. എനിക്കത് മനസ്സിലായി. എനിക്ക് കിട്ടിയ പിന്തുണ മുഴുവൻ യഥാർത്ഥത്തിൽ അന്നത്തെ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള എതിർപ്പാണ് എനിക്ക് ഇങ്ങനെ പിന്തുണയായി ലഭിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവരുടെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. നിങ്ങൾ എന്നിവിടെ വിളിച്ച് ഈ ഒരു എളിയ രീതിയിലുള്ള ഒരു ചടങ്ങിലാണെങ്കിലും വിളിച്ചിരുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദി നേർന്നുകൊണ്ട് എൻ്റെ വാർത്ത